ക്കാരെ എന്നതിനേക്കാൾ ഉപരി ഇത് ഗുണപ്പെടുക ഡിവൈഎഫ്ഐക്കാർക്കും ഇടതുപക്ഷത്തിനുമാണ്. കാരണം ഇനി വരാൻ പോകുന്ന മിനിമം 5 വർഷത്തേക്ക് സമരം ചെയ്യേണ്ടത്, ഈ പോലീസിനെ നേരിടേണ്ടത്, അവരുടെ ലാത്തിയെ നേരിടേണ്ടത് ഇടതുപക്ഷക്കാരാണ്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്ന കാക്കിപ്പടയ്ക്ക് അവർ കയറൂരി വിട്ടതുപോലെ ഒരു വേട്ട നായ്ക്കളുടെ സ്വഭാവവും അതിന്റെ രീതിയും വെച്ച് ആക്രോശിച്ചു വരുന്ന ഒരു കൂട്ടമല്ലാതെ കേരളത്തിന്റെ പോലീസിനെ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുകയാണ്, പ്രതിപക്ഷ സംഘടനാ പ്രവർത്തനങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതാ ഇങ്ങനൊരു മൂവ്മെന്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. 2, അങ്ങ് ചോദിച്ചതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്തവരും കോൺഗ്രസായി പ്രവർത്തിച്ചവരും ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലാകെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്തപ്പോ അതിന് നേരെ കാട്ടാള നീതി നടപ്പിലാക്കിയവരായിരുന്നു പിണറായിയുടെ പോലീസ്. ആ പിണറായിയുടെ പോലീസിനുള്ളിൽ RSSന്റെ സ്ലീപ്പിംഗ് സെൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, CPIയുടെ നേതാവ് ആനി രാജയാണ്. RSS കടന്നുകൂടിയിരിക്കുന്നു CPM-നുള്ളിൽ എന്ന് വിമർശനം വന്നത് CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ്. അപ്പൊ നോക്കൂ, സംഘവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ്, ആർക്കും നിയന്ത്രണമില്ലാത്തൊരു പോലീസ്, ആ പോലീസായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ അഴിഞ്ഞാടിയത്. അത് ശബരിമല സമരത്തിൽ നമ്മൾ കണ്ടു. ശബരിമലയുടെ മുകളിൽ വത്സൻ തില്ലങ്കേരി നിയന്ത്രിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി തന്നെ ഓമനപ്പേരിട്ട് താലോലിച്ച് വളർത്തി ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ MLA കൂടിയായിട്ടുള്ള AD തോമസ് അടക്കം, അജയ് ജുവൽ കുര്യാക്കോസ് അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന പോലീസിനെ നമ്മൾ കണ്ടു. എന്തിനേറെ പറയുന്നു, കൊല്ലത്ത് ചെടിച്ചട്ടിക്ക് ഡിവൈഎഫ്ഐക്കാർ തലക്കടിക്കുമ്പോൾ അതിന് ഓശാന പാടുന്ന പോലീസിനെ നമ്മൾ കണ്ടതാണ്. അപ്പോ പ്രതിപക്ഷ ബഹുമാനം ലവലേശവും ഇല്ലാതെ നരനായാട്ട് നടത്തുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ പോലീസ്. ആ പോലീസിനെ അങ്ങനെ പേ പിടിച്ച ഒരു കടത്തി പറഞ്ഞാൽ ആ പേ പിടിച്ച നായ്ക്കളെ ഒന്നും അങ്ങനെ ഇനി അങ്ങ് തുറന്നു വിടാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എന്നതിന്റെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ അതിന്റെ സൈറനാണ്, വാർണിംഗ് ആണ് ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ കേരളത്തിന്റെ ഗവൺമെന്റും നൽകുന്നത്. ഇനി അങ്ങനെയുള്ള പേ പിടിച്ച നായ്ക്കൾ വേണ്ട, തെരുവിൽ അങ്ങനെ ഓടി നടക്കണ്ട. നായ്ക്കൾക്ക് പേ പിടിച്ചാൽ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ അവരെ ചികിത്സ നൽകി സ്റ്റെറിലൈസ് ചെയ്ത് അവരെ നാട്ടിൽ നിന്ന് മാറ്റണം. ആ പണി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പേ പിടിച്ച പേപ്പട്ടികൾ, ആ പേപ്പട്ടികൾക്ക് വേട്ടയാടാൻ വേണ്ടി ഇട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും, അത് ഡിവൈഎഫ്ഐക്കാരും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ സഹപ്രവർത്തകൻ ഷാനിബ് അടക്കമുള്ള ഡിവൈഎഫ്ഐക്കാരും കേരളത്തിന്റെ പോലീസിനുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ കൊള്ളരുതായി ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ രക്തം ചിന്തേണ്ടവരല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള ആക്ഷനാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിൽ ഇടതുപക്ഷം ഞങ്ങളോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഈ നന്ദി പറഞ്ഞില്ലെങ്കിലും ഞങ്ങളോട് താതാമ്യപ്പെട്ട് ഈ ആക്ഷനുകളിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കാരണം പോലീസ്